എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. നമ്മളിന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫോണിൽ പലർക്കും പല ഫോണായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ഫോണിലൊക്കെ ചിലപ്പോൾ ക്യാമറ ക്ലാരിറ്റി ഭയങ്കര കുറവായിരിക്കും. ചെറിയ ഫോണിലൊക്കെ കാണാൻ ഭയങ്കര ക്ലാരിറ്റി കുറവായിരിക്കും. ഫോട്ടോസ് എടുക്കുമ്പോൾ, വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ക്ലാരിറ്റി വളരെ മോശമായിട്ട് തന്നെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനൊരു ആപ്പ് പരിചയപ്പെടുത്തുന്നത്. ആ ആപ്പിൻ്റെ പേര് ഓപ്പൺ ക്യാമറ എന്നാണ്. അപ്പോൾ പലർക്കും അറിയുന്നുണ്ടാവും, അറിയാത്തവർ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതുകൊണ്ടുള്ള വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഫോണിൽ നമ്മൾ എക്സ്റ്റേണൽ മൈക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ഇത് ഫോണിൽ സപ്പോർട്ട് ആവുന്നില്ലെങ്കിൽ, ഫോണിൻ്റെ ക്യാമറയിൽ സപ്പോർട്ട് ആവുന്നില്ലെങ്കിൽ നമുക്ക് ഈ ഓപ്പൺ ക്യാമറ വഴി നമുക്കത് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതും എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോ കൊണ്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഉപകാരമാവട്ടെ. അപ്പോൾ ഓക്കെ, വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്പിൻ്റെ പേര്, ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ക്യാമറ ഒന്ന് ഓപ്പൺ ചെയ്യാനും. ഈ ക്യാമറ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ആയിരിക്കും വരിക. ഇവിടെ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ സെറ്റിങ്സിൽ പോവുക. ഫസ്റ്റായിട്ട് ചെയ്യേണ്ടത് അതാണ്, സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയതിനു ശേഷം നമ്മളിതിൻ്റെ മൈക്ക ഉപയോഗിക്കുന്നവരാണെങ്കിൽ, ഇപ്പോൾ എക്സ്റ്റേണൽ മൈക്ക എന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൽ വർക്ക് ചെയ്യാതെ വല്ല മൈക്കുകളൊക്കെ ഉണ്ടെങ്കിൽ, മൈക്ക് കൂത്തിയിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്തൊക്കെ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുവഴി ഉപയോഗിക്കാൻ പറ്റും. അതിന് ഈ വീഡിയോ സെറ്റിങ്സിൽ പോവുക. ഈ വീഡിയോ സെറ്റിങ്സിൽ പോയതിനു ശേഷം നമ്മളിതിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഓഡിയോ സോഴ്സ് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം എക്സ്റ്റേണൽ മൈക്ക് ആക്കിയിടാം. അത് മാത്രം നമ്മളിതിൽ ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കലി നമ്മുടെ എത്ര വലിയ മൈക്ക് ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിലും ഈ ക്യാമറയെ പിന്നെ ഉപയോഗിക്കുമ്പോൾ സപ്പോർട്ട് ആയിക്കോളും. പിന്നെ ഈ വീഡിയോയുടെ ക്വാളിറ്റിയാണ്. ഈ വീഡിയോയുടെ ക്വാളിറ്റി ഇതിൽ ഫുൾ HD ആക്കിയിട്ട് ഇടണം. അപ്പോൾ അതുപോലെ തന്നെ അതിൽ അതുണ്ട്, ക്വാളിറ്റി കുറയുന്നതും കൂടിയതൊക്കെ ഉണ്ട്. നമ്മൾ മാക്സിമം ഫുൾ HDയിൽ ഇടുക. ഞാനിവിടെ എല്ലാം സെറ്റിങ്സ് ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ബാക്കോട്ട് വരിക. ഇനി ഫോട്ടോ സെറ്റിങ്സിൽ പോവാം. ഫോട്ടോ സെറ്റിങ്സിൽ പോകുമ്പോഴും നമുക്ക് ഇതേപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്കിതിൽ കാണാൻ പറ്റും. ഓരോ ഫൗണ്ട്, അതിൻ്റെ സൈസ്, എല്ലാത്തിൻ്റെയും ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതനുസരിച്ച് ഈ ഫൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഞാനിപ്പോൾ ക്യാമറ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ ക്യാമറ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും നിങ്ങൾക്ക് ഇതിൻ്റെ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ. ഇനി ഇതിൻ്റെ ഈ ജസ്റ്റ് സ്ക്രീനിൽ തന്നെ ടച്ച് ചെയ്യുന്ന സമയത്ത് ഇത് കളർ കൂട്ടാനും കുറക്കാനൊക്കെ പറ്റും. അതുപോലെ തന്നെ ഇത് ക്യാമറയിലാണ് വരുന്നത്. ഇനി വീഡിയോക്ക് വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോയുടെ ഒരു ഐക്കൺ കാണാം, ആ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഈ ഏറെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫ്രണ്ടും ബാക്കും കിട്ടും. ഇനി നമ്മളിവിടെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒന്നുകൂടി ക്ലാരിറ്റി കൂടും. ഞാൻ ജസ്റ്റ് വീഡിയോ ഒന്ന് ഓപ്പൺ ചെയ്യാണ്. ഞാൻ വീഡിയോ ഒന്ന് ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരുന്നത് രാത്രി ആയതുകൊണ്ടാണ് ഇതിൻ്റെ ക്ലാരിറ്റിയിൽ ലൈറ്റിൻ്റെ ഡിഫറൻറ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റാത്തത്. പക്ഷേ നിങ്ങൾ പകലൊക്കെ എടുക്കുന്ന സമയത്ത് നല്ല ഫിറ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്